പൊന്നാനി താലൂക്കിൽ പഴകിയ മത്സ്യവില്പനയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനം. പൊന്നാനി താലൂക്കിലെ വിവിധ മത്സ്യ മാർക്കറ്റുകളിൽ പഴകിയ മത്സ്യവില്പന സജീവമായിട്ടും ഭക്ഷ്യ സുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന ഇല്ലാത്തതിനെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം. ഇത്തരം കേന്ദ്രങ്ങളിൽ ആവശ്യമായ പരിശോധന നടത്തണമെന്നും ലൈസൻസ് ഇല്ലാത്തവരും നിയമാനുസൃത മത്സ്യവിപണനം നടത്തുന്നുവെന്നും യോഗത്തിൽ പരാതി ഉയർന്നു. ആരോഗ്യ വിഭാഗവും ഭക്ഷ്യ സുരക്ഷാ വിഭാഗവും സംയുക്തമായി പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശിച്ചു. ഇതിനായി ഭക്ഷ്യ സുരക്ഷാ വിഭാഗത്തിനെ ചുമതലപ്പെടുത്തി. കൂടാതെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ എരമംഗലത്ത് നിന്നും ചേരിക്കല് ഭാഗത്തേക്ക് പോകുന്ന കൊളാടി ബാലകൃഷ്ണൻ റോഡിന്റെ പ്രവൃത്തികൾക്കായി പൊളിച്ചിട്ടത് യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുകയാണെന്ന് പരാതി ഉയർന്നു. റോഡ് പുനർനിർമ്മാണത്തിനായി MLA ഫണ്ടിൽ നിന്നും 17 ലക്ഷം രൂപ വകയിരുത്തിയിട്ടും റോഡ് പണി ആരംഭിക്കാൻ വൈകുന്നതിൽ MLA ഉദ്യോഗസ്ഥരെ ശ്വാസിച്ചു. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് MLA ആവശ്യപ്പെട്ടു. പൊന്നാനി മുനിസിപ്പൽ കോടതി കെട്ടിടത്തോട് ചേർന്ന് മീഡിയേഷൻ റൂം അനുവദിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ഈ ആവശ്യം പലതവണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടെങ്കിലും ഇതുവരെയും മീഡിയേഷൻ റൂം അനുവദിക്കപ്പെട്ടിട്ടില്ല. തിരൂർ കോടതിക്കു കീഴിൽ വരുന്ന ട്രെയിൻഡ് മീഡിയേറ്റേഴ്സിന്റെ സഹായത്താലാണ് കേസുകൾ തീർപ്പാക്കാൻ പരിഗണിക്കുന്നത്. ആയതിനാൽ അടിയന്തരമായി ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. തെരുവുനായ പ്രശ്നം പല വികസന സമിതികളിലും ഉന്നയിച്ചെങ്കിലും ശാശ്വതമായ പ്രശ്നപരിഹാരം ഇപ്പോഴും നടപ്പിലായിട്ടില്ല എന്ന് യോഗം വിലയിരുത്തി. മത്സ്യമാർക്കറ്റുണ്ട്, അവിടെ ഈ പഴകിയ മത്സ്യം വിൽക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെക്ക് ചെയ്യാൻ വരണമെന്നതാണ്. അത് നിർബന്ധമായിട്ട് അത് ചെയ്യേണ്ടതാണ്. വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലകളിൽ 16 ഫുഡ് സേഫ്റ്റി സർക്കിളുണ്ട്. ആ 16 ഫുഡ് സേഫ്റ്റി സർക്കിളിൽ നമ്മുടെ ഈ പൊന്നാനി സർക്കിളിന് വേണ്ടി മാസത്തിൽ 4 ദിവസമാണ് വണ്ടി അവൈലബിൾ ആകും. ഈ 4 ദിവസം വണ്ടി അവൈലബിൾ ആകുമ്പോൾ ഈ ഒരു സ്ഥലത്ത് മാത്രം ആഴ്ചയിൽ നമുക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയിലും പോകാൻ പറ്റാത്തത്. ഈ 6 പഞ്ചായത്തുകളിലും ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ മാത്രമാണ് ഇൻസ്പെക്ഷൻ എത്തേണ്ടത്. ഒരു ഏരിയയിൽ മാത്രം സ്പെസിഫിക് ആയിട്ട് നോക്കാനൊന്നും ബാക്കി സ്ഥലങ്ങളിൽ എത്താൻ പറ്റില്ല. വീരചരിത്രമുറങ്ങുന്ന തിരൂരിന്റെ മണ്ണിൽ 2.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി തിരൂരിന്റെ പ്രിയപ്പെട്ട ഫാഷൻ ഡെസ്റ്റിനേഷൻ സൻഹ ഫാഷൻ ഇപ്പോൾ കൂടുതൽ പുതുമകളോടെ പ്രൗഢിയും അഴകും ഇഴചേരുന്ന ഏറ്റവും പുതിയ ട്രെൻഡി വെഡിംഗ് വസ്ത്രങ്ങൾ, ലേഡീസ് വെയറുകളുടെ പുതിയ ശ്രേണികൾ, കളർഫുൾ കിഡ്സ് വെയർ കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ, ഫാൻസി ആൻഡ് ഫുഡ് വെയറുകളുടെ വിസ്മയ കളക്ഷനുകൾ തുടങ്ങി ഒരു വലിയ ഫാഷൻ ലോകമാണ് സൻഹ ഫാഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സൻഹ നൽകുന്നു സ്പെഷ്യൽ ഇനോഗ്രൽ ഓഫർ മാർച്ച് 15 വരെ. ഡെയിലി ക്യാഷ് ബാക്ക് ഓഫർ. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന ഒരു വിജയിക്ക് നൽകുന്നു 10,000 രൂപ വരെ ക്യാഷ് ബാക്ക്. മെഗാ ഗിവ് അവേ. സൻഹയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നതിലൂടെ നേടാം 10 പേർക്ക് ഗോൾഡ് കോയിൻ. സൻഹ ഒരുക്കുന്ന ഈ ഫാഷൻ വിസ്മയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സൻഹ ഫാഷൻ, ദി ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ, തിരൂർ.